മന്ത്രി കെ പി ഗണേഷ് കുമാറിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി ഭാര്യ ബിന്ദു മേനോൻ. ഗണേഷ് കുമാറിനെ വീട്ടിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു. ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ ഡ്രൈവർ കയ്യേറ്റം ചെയ്തതായും ബിന്ദു മേനോൻ പറഞ്ഞു. സഹായം അഭ്യർത്ഥിച്ചിട്ടും പോലീസ് ഒന്നും ചെയ്തില്ലെന്നും ആരോപണം ഉയരുകയാണ്. അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച് കെ പി ഗണേഷ് കുമാർ രംഗത്തെത്തി. വാളകത്തെ വീട്ടിൽ മന്ത്രി കെ പി ഗണേഷ് കുമാറിനെ ഡ്രൈവർ ആക്രമിച്ചു എന്നാണ് ഭാര്യ ബിന്ദു മേനോന്റെ വെളിപ്പെടുത്തൽ. വീട്ടിലെ കിടപ്പുമുറിയിൽ ഗണേഷ് കുമാറിനെ മോശമായ സാഹചര്യത്തിൽ കണ്ടതായും ബിന്ദു മേനോൻ തുറന്നടിച്ചു. അവിടെ എന്തായിരുന്നു നടന്നത്? കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കണ്ടു ഗണേഷ് കുമാറിനെ. അതെ, എന്റെ ബെഡ്റൂമിൽ. സഹായത്തിന് പോലീസിനെ വിളിച്ചെങ്കിലും ഒരു സഹായവും കിട്ടിയില്ല. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും ബിന്ദു മേനോൻ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചപ്പോഴാണോ അത് ഒരു പകർത്തി? അപ്പം എല്ലാ തെളിവുകളും കൈവശമുണ്ട്. നിയമപരമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് മാത്രം. ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അതേസമയം ഉയരുന്ന ആരോപണങ്ങൾ നിഷേധിച്ച് മന്ത്രി കെ പി ഗണേഷ് കുമാർ രംഗത്തെത്തി. പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പരാതി പറഞ്ഞ ഭാര്യ ബിന്ദു മേനോനെ ഗണേഷ് കുമാർ പരിഹസിച്ചു. വീട്ടിനകത്ത് തന്നെ എനിക്കെപ്പോഴും വീട്ടിനകത്ത് തന്നെയാണ് ശത്രുക്കൾ. അപ്പുറത്തു നിന്ന് നിയന്ത്രണത്തിൽ വരും, ചില ആളുകളുടെ നിയന്ത്രണത്തിൽ വരുമ്പോൾ ചട്ടുകമായി മാറും ചില ആളുകൾ. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതുപോലുള്ള കുറച്ച് അലവലായിത്തരങ്ങൾ വരും. അത് ഞാൻ നേരത്തെ പ്രതീക്ഷിക്കുന്നതാണ്, എല്ലാ തവണയും ഉള്ളതാണ്. ശനിയാഴ്ചയാണ് വാളകത്തെ വീട്ടിൽ ബിന്ദു മേനോൻ ആക്രമിക്കപ്പെട്ടത്. ദൃശ്യങ്ങളും ശബ്ദങ്ങളും ഉൾപ്പെടെ തെളിവുകളും ബിന്ദു മേനോന്റെ കൈവശമുണ്ട്. ബിന്ദു മേനോൻ പരാതി നൽകിയാൽ ഗണേഷ് കുമാർ കുരുക്കിലാകും. റിപ്പോർട്ടർ ആർ റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.